ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ടെക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് MI A3 എന്ന ഫോണിൻ്റെ. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ആയിട്ട് അത്ര വലിയൊരു പവർഫുൾ ഫോണായിട്ടൊന്നും തോന്നിയില്ല മൊത്തത്തിൽ. അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ എടുക്കണ്ട എന്ന തീരുമാനത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഇത് എടുക്കണോ? കാരണം അവർക്കറിയാം, ഭൂരിഭാഗം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രൊഡക്റ്റുകൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്, റിവ്യൂ യൂണിറ്റ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് എടുക്കണോ? എടുത്താൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ പെടുമോ, സെക്കൻഡ്സ് വിൽക്കുമ്പോൾ എനിക്ക് കാശ് നഷ്ടം വരുമെന്നൊക്കെ ചിന്തയിലാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തു, വേണ്ട വിട്ട് കളഞ്ഞേക്കും, നമുക്ക് വേറെ നല്ല പ്രൊഡക്റ്റുകൾ വരുമ്പോൾ എടുത്ത് റിവ്യൂ ചെയ്യാമെന്നുള്ള രീതിയിൽ കമൻറ്റുകൾ കിട്ടി. ഞാനും അങ്ങനെ തീരുമാനിച്ചതാണ്. പക്ഷേ ചില സുഹൃത്തുക്കളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത്, ആൻഡ്രോയിഡ് 1 ഫോൺ, പ്രത്യേകിച്ചും MI A സീരീസിലെ ഫോണൊന്നും നമുക്കധികം നമ്മുടെ ചാനലിൽ വരുന്നില്ലല്ലോ, അത് വർഷത്തിലൊരു തവണയ്ക്കല്ലേ വരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു രീതിയിൽ കമൻറ്റുകൾ വരികയും ചെയ്തു. അപ്പോൾ ശരിയാണെന്ന് തോന്നി, ഇത് ഒരു പ്രത്യേക സംഭവമല്ലേ MI A1, അല്ലെങ്കിൽ ഈ ആൻഡ്രോയിഡ് 1 ഫോണെന്ന് പറയും. അതുകൊണ്ട് തന്നെ എടുക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ സ്നേഹം കാണിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഇപ്പം നമ്മൾ MI A3 എന്ന ഈ ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ റിവ്യൂവും മറ്റു കാര്യങ്ങളും, അതേപോലെ ഫുൾ റിവ്യൂ, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് തന്നെ അടുത്ത വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. മറക്കാതെ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നേരെ അൺബോക്സിംഗിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ MI A3 എന്ന ഫോണിൻ്റെ ബോക്സ്. ഇന്ത്യാസ് നമ്പർ 1 MI. അതേപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് 48 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ എന്നും കാണാം. റിയർ സൈഡിൽ അതേപോലെ തന്നെ 48 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, AMOLED ഡിസ്പ്ലേ, അതേപോലെ തന്നെ 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ. പിന്നെ ഈ ഒരു ഫോൺ നമ്മൾ എടുത്തിരിക്കുന്നത് 4GB 64GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇത് പ്രധാനമായിട്ടും ആൻഡ്രോയിഡ് 1 ഫോണാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫാസ്റ്റായ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഫോണിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ചാർജർ 5 watt 2 amp ചാർജറാണ്. നോർമൽ ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കയ്യിൽ ക്വിക്ക് ചാർജ് 3 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് ടൈപ്പ് C കേബിളാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒപ്പം ടൈപ്പ് C കേബിളും വരുന്നുണ്ട്. ഫോണിന് ടൈപ്പ് C പോർട്ടും ഉണ്ട്. അപ്പോൾ ഒരു അപ്ഡേറ്റഡ് ആയ ഒരു വെർഷൻ തന്നെയാണ്. ഇത് മറ്റൊരു ബോക്സ് അതിനകത്തിരിക്കുന്നത്. ഇതിനകത്ത് ഡോക്യുമെൻറ്റേഷനും പിന്നൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു കേസും കൂടി നമുക്ക് കാണാൻ സാധിക്കും. കേസ് പക്ക ട്രാൻസ്പെറൻ്റ് ആണ്. ഇത്തിരി ഫ്ലെക്സിബിളും ആണ്. എന്നാൽ അത്രയും നമ്മുടെ Redmi Note 7 പ്രോഡക്റ്റ് ഒപ്പം കിട്ടിയ പോലെ അത്രയും ഫ്ലെക്സിബിൾ അല്ല, കുറച്ചുകൂടി സ്ട്രോങ് ആയ എന്നാൽ ഫ്ലെക്സിബിളായ ഒരു കേസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ MI A3. കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ 6 inch HD+ ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ രണ്ട് സൈഡും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഗ്ലാസ് ഡിസൈനാണ്. അപ്പോൾ സ്ട്രോങ് ആയ ഒരു ഫോണാണ്. നമ്മുടെ ക്യാമറ ലെൻസ് അടക്കം Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ആണെന്നാണ് ഷാമി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത്തവണ ക്യാമറയുടെ ലെൻസ് പൊട്ടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. സ്റ്റിക്കറൊക്കെ നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ MI A3. മുകളിൽ നമുക്ക് നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, അതേപോലെ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, IR ബ്ലാസ്റ്റർ തുടങ്ങിയ കാര്യങ്ങൾ കാണാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ വോളിയം റോക്കേഴ്സ്, അതേപോലെ പവർ ബട്ടൺ തുടങ്ങിയവ ഉണ്ടാവുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, അതേപോലെ തന്നെ ടൈപ്പ് C പോർട്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേ കാണാം. സിം ട്രേ എടുത്ത് നോക്കിയാൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും. ഡുവൽ വോൾട്ടി സിമ്മാണ്. 2 വോൾട്ടി സിം നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയുണ്ട്. എൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ അടുത്ത് പറയാം. പിന്നെ 48 മെഗാപിക്സൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഷവമി, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 1 എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഞാനൊന്ന് പറയാം. അതോടുകൂടി ഞാൻ ഈ ഫോണൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. 6 inch HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 665 പ്രൊസസർ, 2 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. Adreno 610 GPU. 256 GB വരെ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. LPDDR4X RAM ഉണ്ട്. UFS 2.1 ഫ്ലാഷ് സ്റ്റോറേജും വരുന്നുണ്ട്. ക്യാമറ 48 മെഗാപിക്സൽ മെയിൻ ക്യാമറ, Sony IMX586 സെൻസറാണ്. f1.7 ആപ്പച്ചറിലാണ് വരുന്നത്. അതേപോലെ 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അത് f2.2 ആപ്പച്ചറിലാണ്. 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറ 32 മെഗാപിക്സലാണ് വരുന്നത്. f2.0 ആപ്പച്ചർ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേസ് ഇട്ടിട്ടുള്ള അവസ്ഥയാണ്. എന്തായാലും ക്യാമറ ബമ്പ് പുറത്തുനിന്ന് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കാതെ ആ കേസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേസ് ഇട്ടിട്ട് ഉപയോഗിച്ചോളൂ. അപ്പോൾ ക്യാമറ ലെൻസൊക്കെ കേടുവരാതെ ഇരിക്കാനൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് 1 എന്നാണ് കാണുന്നത്. നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നല്ല കളർഫുള്ളായ, നല്ല സ്റ്റൈലിഷായ, നല്ലൊരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു ഗ്ലാസ് ഡിസൈനുള്ള ഒരു ഫോണാണ് MI A3. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷായ ഫോണാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഫോൺ ഓൺ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വെക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ യൂസ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫാസ്റ്റായ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റാണ്.
പിന്നെ ഈ കാണുന്നത് ആൻഡ്രോയിഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് യു ഐ ആണ്. ആൻഡ്രോയിഡ് 9 സ്റ്റോക്ക് ആൻഡ്രോയിഡ് യു ഐ ആണ്. അപ്പോൾ ഇതിനകത്ത് കാര്യമായ വലിയ ബ്യൂട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. മിനിമലായിട്ടുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ബ്ലൂടൂത്ത് ശല്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. ഗൂഗിളിൻ്റെതായ ആപ്ലിക്കേഷനും പിന്നെ ഒരു MI ആപ്ലിക്കേഷൻ ഒരെണ്ണം മാത്രമേ അതിനകത്ത് കാണുന്നുള്ളൂ. അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് ശല്യമൊന്നുമില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് പ്യുവർ ആൻഡ്രോയിഡ് നമുക്കിവിടെ സുഖമായിട്ട് യൂസ് ചെയ്യാം. ക്യാമറ ടു API ഇത് ഫുള്ളി ലെവൽ 3 ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്യാമറയൊക്കെ നമുക്ക് ഇതിനകത്ത് അനായാസം ഇൻസ്റ്റാൾ ചെയ്യാം. വൈഡ് L1 സപ്പോർട്ടും ഈ ഫോണിന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് കടന്ന സ്റ്റോറേജും മറ്റു കാര്യങ്ങളും നോക്കാം. ഇതിൻ്റെ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ 48 GB നമുക്ക് ഫ്രീ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് നമുക്ക് 64 GB 48 GB വരെ നമുക്ക് യൂസർക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിലെ അബൌട്ട് സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ്റെ കാര്യങ്ങളൊന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് 9 ആണ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആൻഡ്രോയിഡിൻ്റെ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സെറ്റിംഗ്സും കാര്യങ്ങളൊന്നും അങ്ങനെ പരിശോധിക്കാനില്ല. ഡിജിറ്റൽ വെൽബീയിങ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പക്ക സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ സ്റ്റാർ വാല്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ 0.527 എന്ന് പറയുന്ന ഒരു കുറഞ്ഞ സ്റ്റാർ വാല്യൂ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം MI A1 പോലുള്ള ഫോണൊക്കെ സ്റ്റാർ വാല്യൂ വളരെ കൂടുതലായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ വളരെ കൺട്രോൾഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർ വാല്യൂ ഒക്കെ നോക്കി ഫോൺ എടുക്കുന്നവർക്കും ഈ MI A3 പരിഗണിക്കാവുന്ന ഒരു ഫോണാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ക്യാമറ ഇൻ്റർഫേസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ MI A3 ക്യാമറ ഇൻ്റർഫേസ്. ഇത് ക്യാമറയ്ക്ക് പേരെടുത്തൊരു ഫോണാണ്. അപ്പോൾ നമുക്ക് എല്ലാതരം മോഡുകളും വീഡിയോ, ഫോട്ടോസ്, പോർട്രേറ്റ് അങ്ങനെ എല്ലാതരം സംഭവങ്ങളും ഇവിടെയുണ്ട്. പനോരമ, പ്രോ മോഡ് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇതിനകത്ത് 48 MP പ്രോ മോഡിനകത്ത് നമുക്ക് 48 MP കിട്ടും. സാധാരണ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിലും മെനു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 48 MP ഓപ്ഷൻ ഉണ്ടാവും. വീഡിയോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോയുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ്, ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ്, HD 30 ഫ്രെയിം പെർ സെക്കൻഡ്, എല്ലാം 30 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഓപ്ഷൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് സൂമിങ്. നമുക്ക് 2x സൂം, ഡിജിറ്റൽ സൂം ചെയ്യാം. അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ആക്കണമെങ്കിൽ അതേ സൂമിങ് ബട്ടണിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് 6 എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ അത് അൾട്രാ വൈഡ് ആംഗിൾ എന്നുള്ള സെറ്റപ്പിലേക്ക് മാറി. ഈ സ്ലോ മോഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 720 ഫ്രെയിം പെർ സെക്കൻഡ്, HDയിൽ നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡും 240 ഫ്രെയിം പെർ സെക്കൻഡും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഫുൾ HDയിലാണെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെയും നമുക്ക് സ്ലോ മോഷൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ഫാസ്റ്റായ ഒരു ഇൻ്റർഫേസ് തന്നെയാണ്. ലാഗും കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ നല്ലൊരു ഫാസ്റ്റായ ക്യാമറ പെർഫോമൻസ് ഉണ്ട്. ക്വാളിറ്റിയിലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ പ്രോ മോഡിനകത്ത് 48 MP എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇനി റിയർ ക്യാമറയുടെ കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 48 MP ക്യാമറയുടെ ഒരു ഷോട്ടാണ്. നമ്മൾ ലാഗ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം 48 MP എനേബിൾഡ് ആണ്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. യെസ്, അടുത്ത ക്ലിക്ക്. ഓക്കെ, അപ്പോൾ വലിയൊരു ലാഗൊന്നുമില്ല, ചെറിയൊരു ലാഗ്. 48 MP ക്യാമറ എന്ന് പറയുമ്പോൾ സ്വല്പം ഒരു ലാഗ് വരും. അതെല്ലാ ഫോണിലും വരുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് വലിയ ലാഗൊന്നും ഇല്ല, കാര്യമായ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത നല്ല സ്മൂത്തായ ഒരു ഇൻ്റർഫേസ് ആണ്. ഒപ്പം തന്നെ 48 MP ഇമേജാണ് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണുന്നത്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. കൂടുതൽ ശുദ്ധമായിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ക്യാമറ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ ക്യാമറ റിവ്യൂ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എക്സാക്ട്ലി നമ്മുടെ MI A1, A2 പോലെ ഒരു നല്ല ക്യാമറ ഫോൺ തന്നെയാണോ എന്ന് ആ ഒരു വീഡിയോ ഒന്ന് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ക്യാമറ റിവ്യൂ ചെയ്യും. അതേപോലെ തന്നെ ഫുൾ റിവ്യൂ, പ്രോസ് ആൻഡ് കോൺസ്, ഗുണങ്ങളും ദോഷങ്ങളും അതെല്ലാം വീഡിയോ ചെയ്യും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഫസ്റ്റ് കമൻ്റ് ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഈ കാണുന്നത് ബ്ലിറ്റ്സിൻ്റെ ഇയർഫോണാണ്. ബ്ലിറ്റ്സ് അപ്പോൾ ഇത് നല്ല ബേസിക്കുള്ള ഒരു നല്ല ഇയർഫോണാണ്. അതെ, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം ഒരു റിവ്യൂ ആയിട്ട് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ അടുത്ത ദിവസം വീഡിയോയിൽ പറയാം. അപ്പോൾ നല്ലൊരു ഇയർഫോണാണത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് സാമ്പിളുകളാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഇമേജുകളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഫോൺ കൈ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ആ ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെയുള്ള നല്ല ഇമേജാണ്. ഓവർ സാച്ചുറേഷനും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറയാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോഴും മികച്ച ക്വാളിറ്റിയുള്ള ഒരു ക്യാപ്ചറിങ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിലുള്ളതെന്നാണ് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ശുദ്ധമായിട്ടൊക്കെ വരും ദിവസങ്ങളിൽ പറയാം. 1-2 സാമ്പിളുകൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇത് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻ. നമ്മൾ വീടിനകത്ത് ജനാലിൽ നിന്ന് വരുന്നൊരു ലൈറ്റ് മാത്രമുള്ള ആ ഒരു സിറ്റുവേഷനിൽ എടുത്തിരിക്കുന്ന ഒരു ഇമേജാണ്. അതിനും നല്ല ക്വാളിറ്റിയും നല്ലൊരു ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന് ആ ഒരു ഇൻഡോർ സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. വിശദമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പരിശോധിക്കാം. അത്യാവശ്യം മഴക്കാരൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതും നല്ലൊരു ഡീറ്റെയിൽസും കാര്യങ്ങളും കൺട്രോൾഡായ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു
ഇമേജ് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത്. വിശദമായിട്ട് വരുന്ന ദിവസങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിംഗ്, ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ, ആ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ കണ്ടത് MI A3 എന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിങ്ങും ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷനുമാണ്. തുടക്കത്തിൽ കാര്യമായ യാതൊരു ഇഷ്യൂസും ഇല്ല. നല്ല സ്മൂത്തായ ഒരു ഫോണായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂയും അതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നുള്ള വീഡിയോസൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരും. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.